ഒന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഓഡി R8 ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഓഡി R8 എന്ന് പറയുമ്പോൾ ഒരു സ്പോർട്സ് കാറാണ്, എന്താ പറയുക, 2 ഡോർ ടൈപ്പ് കാറാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ടെക്നിക്കൽ വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഫെറാരി അതേപോലെ ലംബോർഗിനി ഇത്തരം വാഹനങ്ങളൊക്കെ ആയിട്ട് കോമ്പറ്റീറ്റ് ചെയ്യുന്നൊരു വാഹനമാണ് ഓഡീൻ്റെ R8. ഓഡി R8ൻ്റെ മിഡ് എഞ്ചിനാണ് വരുന്നത്. ആ വാഹനത്തിൽ എഞ്ചിന് ശരിക്കും സെൻട്രലായിട്ടാണ് വരുന്നത്. അതേപോലെ എന്താ പറയുക, 10 സിലിണ്ടറുള്ള എഞ്ചിനാണ്, 5200 cc ഉണ്ട് ആ എഞ്ചിൻ. അപ്പോൾ ആ ഇത്തരം ഓഡി വാഹനങ്ങൾ അതിൻ്റെ കസ്റ്റമേഴ്സ് മോഡിഫിക്കേഷൻ ചെയ്യുന്നുണ്ട്, ടർബോ ചാർജറൊക്കെ കയറ്റിയിട്ട്. ഇങ്ങനെ ബൂസ്റ്റ് ലോജിക്കിൻ്റെ ടർബോ ചാർജർ കയറ്റിയിട്ടുള്ള ഒരു വാഹനത്തിനെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഇത് ഒരു UAE നടന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്, എമിറേറ്റ്സിൻ്റെ എന്താ പറയുക കസ്റ്റം മോഡിഫിക്കേഷൻ എന്ന് പറയുന്നൊരു ചെറിയ ഫംഗ്ഷൻ ആണ് ഞാൻ ഈ വീഡിയോ പിടിക്കുന്നത്. അപ്പോൾ അവിടെയാണ് ഞാൻ ഈ ഒരു വാഹനം കണ്ടിട്ടുള്ളത്. അപ്പോൾ മോസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു വാഹനമാണ്. ഇതിൻ്റെ കിറ്റിന് ഭയങ്കര എക്സ്പെൻസീവാണ്. ആ ഒരു കിറ്റ് നമ്മളെ നാട്ടിലെ 20 ലക്ഷം 25 ലക്ഷം പ്രൈസ് വരുന്നുണ്ട് ആ കിറ്റിന്. അതിൽ 2 ടർബോ ചാർജർ, അതേപോലെ ഇൻ്റർകൂളർ, അതേപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട സോഫ്റ്റ്വെയർ, ഇത്തരം സംഭവങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ആ ഒരു കിറ്റ് കയറ്റുന്ന സമയത്ത് ഈ ഒരു വാഹനത്തിന് 300-400 bhp കൂടുന്നുണ്ട്. ഈ ഒരു വാഹനം 1000ൻ്റെ മേലെ bhp പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു വാഹനമായി മാറും. മോസ്റ്റ് പവർഫുൾ വാഹനമാവും. ബൂസ്റ്റ് ലോജിക് എന്നാണ് ഈ ഒരു കമ്പനീൻ്റെ പേര്. ടർബോ ചാർജർ നിർമ്മിക്കുന്ന ഒരു ടീമാണ് അവർ. വേറെ വാഹനങ്ങൾക്കൊക്കെ അവർ ടർബോ ചാർജർ നിർമ്മിക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ വാങ്ങിച്ച് ഫിറ്റ് ചെയ്യാൻ സാധിക്കും. റോഡിലൂടെ മോഡിഫൈ ചെയ്ത വാഹനങ്ങൾ പോകുന്ന സമയത്തും അതേപോലെ മോഡിഫിക്കേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഫസ്റ്റ് എനിക്ക് ഓർമ്മ വരും നമ്മുടെ നാട്ടിലെ അവസ്ഥ കേട്ടോ. നാട്ടിൽ വാഹനത്തിൻ്റെ മേലെ സ്റ്റിക്കർ ഒട്ടിക്കാൻ പാടില്ല, അതേപോലെ ലൈറ്റ് ഫിറ്റ് ചെയ്യാൻ പാടില്ല, ഹോൺ ഫിറ്റ് ചെയ്യാൻ പാടില്ല. വാഹനം കമ്പനി എങ്ങനെയാണോ നിർമ്മിക്കുന്നത് അതേപോലെ യൂസ് ചെയ്യണമെന്നാണ് പറയുന്നത്. ശരിക്കും അങ്ങനെ യൂസ് ചെയ്യുകയെന്ന് പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ശരിക്കും ചെറിയ മോഡിഫിക്കേഷനൊക്കെ ശരിക്കും പെർമിറ്റ് കൊടുക്കണം. ശരിക്കും ചെറിയ സ്റ്റിക്കർ ഒട്ടിക്കാനും എന്താ പറയുക, മോഡിഫൈ ചെയ്തിട്ട് നമ്മൾ വാഹനം ഓവർ സ്പീഡിൽ ഓടിക്കുക, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അത്തരം വാഹനങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുക, RC ക്യാൻസലാക്കുക. ഇത്തരം സംഭവങ്ങളൊക്കെ ചെയ്യുന്നതിന് കുഴപ്പമില്ല. സാധാരണക്കാരായ ഒരുപാട് ആൾക്കാർ വാഹനങ്ങൾ മോഡിഫൈ ചെയ്യുന്നുണ്ട്, അവർ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് വാഹനങ്ങൾ. കേരളത്തിൻ്റെ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ബഹുമാനപ്പെട്ട ഗണേഷ് കുമാർ സാറ് അറിയാൻ കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് ശരിക്കും അത്ര മാരകമായ കുറ്റമൊന്നുമല്ല. ചെറിയ മോഡിഫിക്കേഷൻ ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലും ആൾക്കാർ ചെയ്യുന്നുണ്ട്. എന്താ പറയുക, ടയറിൻ്റെ സൈസ് മാറ്റുക, അതേപോലെ സ്റ്റിക്കർ ഒട്ടിക്കുക, അതേപോലെ പെയിൻറ്റിൻ്റെ കളർ മാറ്റുക, ലൈറ്റ് ഫിറ്റ് ചെയ്യുക, അത്തരം സംഭവങ്ങളൊക്കെ പല കൺട്രികളിലും ചെയ്യുന്നുണ്ട്. അത് ശരിക്കും RT ഓഫീസിൽ പോയിട്ട് അതിന് പെർമിഷൻ കൊടുക്കണം. ശരിക്കും അതിനുള്ള ഫീസ് എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വാങ്ങിക്കുക. ശരിക്കും അതാണ് അതിൻ്റെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള റൂട്ടിങ്. ശരിക്കും ഇതിനെക്കാട്ടും മാരകമായിട്ടുള്ള പല പ്രശ്നങ്ങളും നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു നല്ല ഭക്ഷണം ഒരു ഹോട്ടലിൽ കയറി കഴിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. അതേപോലെ ഒരു നല്ല ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന വെളിച്ചെണ്ണ, അതേപോലെ മുളക് പൊടി, കറി പൗഡറുകൾ, വെജിറ്റബിൾസ്, ഇതിലൊക്കെ എത്രയോ മാലിന്യങ്ങളുണ്ട് ശരിക്കും കേട്ടോ. ഇതിനൊന്നും പിന്നാലെ ആരും പോകുന്നില്ല, ഒന്നും ചെക്ക് ചെയ്യാനോ പിടിക്കാനോ. അതേപോലെ ഹോട്ടലിൽ നിന്നൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് എത്ര ആൾക്കാർ മരിക്കുന്നത്, ഫുഡ് ഇൻഫെക്ഷൻ, അതേപോലെ കേക്ക് വാങ്ങിയിട്ട് കേക്കിൽ പ്രശ്നം, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നാലെ ഒന്നും പോവാതെ ആൾക്കാർ ഈ മോഡിഫിക്കേഷൻ്റെ പിന്നാലെ പോകുന്നത്. ബൈക്കിൽ സ്റ്റിക്കർ ഒട്ടിക്കാൻ പാടില്ല, ബൈക്കിൽ എന്താ പറയുക കാറിൽ സ്റ്റിക്കർ ഒട്ടിക്കാൻ പാടില്ല, ലൈറ്റ് ഫിറ്റ് ചെയ്യാൻ പാടില്ല. എത്തരം ശരിക്കും റോഡിൽ നിൽക്കുന്ന പോലീസുകാർ ഹോട്ടലിൽ ഇൻസ്പെക്ഷന് ചെല്ലുക, അതേപോലെ ഈ നമ്മളെ വെജിറ്റബിൾസിൻ്റെ പ്യൂരിറ്റി ചെക്ക് ചെയ്യുക, അതേപോലെ വെളിച്ചെണ്ണൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുക. അത്തരം സംഭവങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ ഇവിടെ നിന്ന് ആരും ഇല്ല കേട്ടോ. ശരിക്കും ഈ റോഡിൽ നിൽക്കുന്ന പോലീസുകാർ ഇതൊക്കെ ചെക്ക് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ എത്രയോ പ്രശ്നങ്ങൾ കുറയും. അതേപോലെ മെഡിക്കൽ കോളേജിൽ പോയി കഴിഞ്ഞാൽ കാലിന് ഓപ്പറേഷൻ ചെയ്യേണ്ട ആൾക്കാർക്ക് കൈക്ക് ഓപ്പറേഷൻ ചെയ്യുക, അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഇതിനെതിരെ ആരും ഒന്നും പ്രതികരിക്കും. അതുപോലെ എൻ്റെ വീടിൻ്റെ താഴെ ഒരു ചെറിയ സർവീസ് റോഡുണ്ട്. ഈ സർവീസ് റോഡിൽ ഒരു പയ്യൻ അവൻ്റെ ഷിഫ്റ്റ് കാറ് നല്ല സ്പീഡിൽ പോയിട്ട് എൻ്റെ ഒരു ചെറിയമ്മനെ ഇടിച്ച് കൊന്നിട്ടുണ്ട്. അതിനെതിരെ പോലീസ് അവനെ ശരിക്കും പിടിച്ചിട്ട് എന്താ പറയുക, ഈ ആൽക്കഹോൾ ടെസ്റ്റ് അത്ര സംഭവങ്ങളും ചെയ്തിട്ടൊന്നുമില്ല. അതേപോലെ അവനെതിരെ ഒരു കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. അവർക്ക് കാറ് വേണമെന്നാണ് പറയുന്നത്. ആളെ ഇടിച്ച് കൊന്നിട്ട് അവർക്ക് കാറ് വേണമെന്ന് പറഞ്ഞിട്ട് അവർക്ക് കാറ് വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ചെറിയ മോഡിഫിക്കേഷനൊക്കെ പെർമിഷൻ കൊടുക്കണം. എന്താ പറയുക, ആൾക്കാർക്ക് ചെറിയ മോഡിഫിക്കേഷൻ ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടാവും. ഇത്തരം ആൾക്കാർക്ക് പെർമിഷൻ കൊടുക്കുക. അതേപോലെ ഓട്ടോറിക്ഷയ്ക്ക് ലൈറ്റ് ഫിറ്റ് ചെയ്ത് വെച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഓട്ടോറിക്ഷൻ്റെ മേലെ ലൈറ്റൊക്കെ ഇടുന്നത് നല്ലതാണ്. കാരണം ഓട്ടോറിക്ഷ ഈ ചെറിയ സൈഡ് കട്ട് റോഡിലും അതുപോലെ പെട്ടെന്ന് നമുക്ക് ദൂരെ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഈ ഓട്ടോറിക്ഷൻ്റെ മേലെയൊക്കെ കുറേ ലൈറ്റ് ഫിറ്റ് ചെയ്താൽ. ഓട്ടോറിക്ഷൻ്റെ മേലെ ലൈറ്റ് ഇല്ലെങ്കിലും ഭയങ്കര പ്രശ്നമാണ്. കാരണം ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട് എൻ്റെ ഒരു ഫ്രണ്ടിന്. ഇതേപോലെ ഓട്ടോറിക്ഷ ലൈറ്റ് ഇടാതെ പോയിട്ട് രാത്രി 10 മണിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിനെ ഇടിച്ചിട്ടൊരു ചെറിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അവൻ്റെ കാലൊക്കെ സ്റ്റീലിൻ്റെ പൈപ്പ് ഇട്ടിട്ട് വന്ന് നടക്കുന്നത്. അപ്പോൾ അത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ
ശരിക്കും റോഡ് സൈഡിൽ കൂടെ നടക്കുന്ന ആൾക്കാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. റോട്ടിൽ വാഹനം എങ്ങനെയാണ് എന്താ സംഭവിക്കുക നമുക്കൊരു ഗ്യാരണ്ടി ഇല്ല. അതുപോലെ ബൈക്കിൽ പോകുന്ന ആൾക്കാരും കാറിൽ പോകുന്ന ആൾക്കാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളെ വാഹനത്തിൻ്റെ കപ്പാസിറ്റി സേഫ്റ്റി മനസ്സിലാക്കിയിട്ട് നമ്മളെ റോഡിൻ്റെ സൈഡിൽ കൂടെ ഓടിച്ച് പോവുക. തിരിച്ച് വീഡിയോയിലേക്ക് വരാം. ഓടി R8 എന്താ പറയുക മോഡിഫൈ ചെയ്ത വാഹനത്തിന് നമുക്ക് കാണാം. അതിൽ എന്താ പറയുക വലിയൊരു ടർബോ ചാർജർ, അതേപോലെ ഇൻ്റർകൂളർ, ഇത്ര സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നേരിട്ട് കാണാതെ എന്താ മോഡിഫിക്കേഷൻ, ഇതെങ്ങനെ മോഡിഫൈ ചെയ്യുന്നതൊക്കെ നമുക്ക് നേരിട്ട് കാണാം. വീഡിയോയിൽ കിടക്കാം. ഇതാണ് ഓടി R8 കേട്ടോ. ഈ ഒരു വാഹനം നോർമലി 500 bhp മുതൽ 600 bhpക്കാണ് ഇതിൻ്റെ റേഞ്ച്. വാഹനം 10 സിലിണ്ടർ ആട്ടോ വരുന്നത്. 10 സിലിണ്ടറിൽ 5200 cc ആണ് ഈ ഒരു എഞ്ചിൻ്റെ കപ്പാസിറ്റി. 5200 cc വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനം കംപ്ലീറ്റ് അവർ ബൂസ്റ്റ് ലോജിക്കിൻ്റെ എന്താ പറയുക കിറ്റിൽ കംപ്ലീറ്റ് റീട്യൂണിങ് ചെയ്തിട്ടുണ്ട് എഞ്ചിൻ കംപ്ലീറ്റ് ആയിട്ട്. ഇവിടെ ഇതിൻ്റെ വലിയൊരു ടർബോ ചാർജർ, അതുപോലെ ഇതിന് എക്സോസ്റ്റിൽ മഫ്ലറൊന്നും ഇല്ല കേട്ടോ, സൈലൻസറൊന്നുമില്ല. സൈലൻസറൊക്കെ കൂടി വലിച്ചെറിഞ്ഞിട്ടുണ്ട്. ഇത് ഡയറക്റ്റ് ടർബോ ചാർജർ എന്ന പുറത്തേക്കാണ് ഇതിൻ്റെ പുക പോവുക. ഇവിടെ ഇതിൻ്റെ ഇൻടേക്ക് മാനിഫോൾഡ്, അതേപോലെ ടർബോൻ്റെ ഇൻ്റർകൂളറാണ് ഈ ചുവപ്പ് കളറിൽ കാണുന്ന വലിയ പാത്രം. 2 പാത്രമുണ്ട്. അതുപോലെ ഡംബ് വാൽവ്, അതുപോലെ ഇതിൻ്റെ വലിയൊരു ടർബോ ചാർജർ, അതിൻ്റെ എക്സോസ്റ്റ് പൈപ്പൊക്കെ കാണാം. ഡയറക്റ്റ് ഓപ്പൺ ആണ് ഇതിൻ്റെ എക്സോസ്റ്റ് പൈപ്പൊക്കെ. അതിൽ നല്ല സൗണ്ടൊക്കെ വരിക. ഇതിലായിട്ട് എയർ എഞ്ചിനകത്ത് കയറുക. അത് ഇതിനകത്തേക്ക് എയർ കയറിയിട്ട് ടർബോൻ്റെ അകത്തുനിന്ന്, അതുപോലെ 2 സൈഡിൽ വരെ ടർബോ ചാർജർ, 2 എയർ ഫിൽറ്ററുണ്ട്. ആ സൈഡിൽ നിന്ന് എയർ ഫിൽറ്ററിൻ്റെ അകത്ത് കൂടെ എയർ കയറുക ചെയ്യുക എഞ്ചിനകത്തേക്ക്. ആ ഒരു ടർബോ ചാർജറിൽ കയറിയിട്ട് പിന്നീട് അത് ഇൻ്റർകൂളറിൻ്റെ അകത്തേക്ക് പോവുക ചെയ്യുക. ഇവിടെയൊക്കെ കംപ്ലീറ്റ് ഇത് ഫിക്സ് ചെയ്ത് ഉണ്ടാക്കി കേട്ടോ. ഇത് ഫിക്സ് ചെയ്ത് എടുത്താണ് കംപ്ലീറ്റ് ടർബോ ചാർജറൊക്കെ. ഈ വാഹനത്തിൽ ഇതൊന്നും വരില്ല ശരിക്കും. ഈ കാണുന്ന സംഭവം ഇതിൻ്റെ ഇൻ്റർകൂളർ കേട്ടോ. ഇത് 2 ഇൻ്റർകൂളറാണ് ഈ വലിയ പാത്രം. അതിൻ്റെ അകത്ത് കൂളൻ്റ് സർക്കുലേഷനൊക്കെ ഉണ്ട്. ഈ ഒരു എയർ ഇതിൻ്റെ അകത്തുനിന്ന് തണുക്കും. അതേപോലെ ഈ കൂളൻ്റ് വരുന്ന പൈപ്പൊക്കെ കാണാം. ഇത് കംപ്ലീറ്റ് മോഡിഫൈ ചെയ്ത് കേട്ടോ. ഇതിൻ്റെ ഓരോ പൈപ്പുകളും കാര്യങ്ങളൊക്കെ. അതേപോലെ ഇവിടെ ത്രോട്ടിൽ ബോഡി ഇതിൻ്റെ ഇൻടേക്ക് മാനിഫോൾഡ് കേട്ടോ, വലിയ ഇൻടേക്ക് മാനിഫോൾഡ്. അതുപോലെ ഈ സൈഡിലും അതിൻ്റെ ഇൻ്റർകൂളർ, അതുപോലെ ഡംബ് വാൽവ്. ഈ സ്റ്റീലിൻ്റെ സാധനം ഇതിൻ്റെ ഡംബ് വാൽവ് കേട്ടോ. ഓവർ ബൂസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഓവർ ബൂസ്റ്റിനെ റിലീസ് ചെയ്യാനുള്ള സംഭവം കേട്ടോ. ഓവർ ബൂസ്റ്റ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ പിസ്റ്റണൊക്കെ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ ബൂസ്റ്റ് റിലീസ് ചെയ്യാനുള്ള ആ ഒരു വാൽവാണ്. അത് ഓട്ടോമാറ്റിക് റിലീഫ് ആകുമ്പോൾ സെറ്റ് ചെയ്യുക അതിൻ്റെ പ്രഷറൊക്കെ. ഇത് കിറ്റ് കയറ്റുന്ന സമയത്ത് ഈ ഒരു വാഹനം 1000 bhpൻ്റെ മുകളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു വാഹനമായി മാറും കേട്ടോ. മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ഒരു റോഡ് കാറായി മാറും. അത്രയും പെർഫോമൻസ് കൂടുന്നുണ്ട് ഈ ഒരു കിറ്റ് കയറ്റുന്ന സമയത്ത്. ശരിക്കും മാരകമായിട്ടുള്ള മോഡിഫിക്കേഷൻ കേട്ടോ. ഇതിനൊക്കെ ശരിക്കും മോഡിഫിക്കേഷൻ എന്ന് പറയാം. അല്ലാതെ ചെറിയ 2 ലൈറ്റും 2 സ്റ്റിക്കറൊന്നും ഒട്ടിക്കുന്നതിന് മോഡിഫിക്കേഷൻ എന്ന് പറയാൻ പാടില്ല കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ECMൻ്റെ സോഫ്റ്റ്വെയർ, അതുപോലെ ഫ്യൂൽ ഇഞ്ചക്ടർ, ഇഗ്നിഷൻ ടൈമിങ്, ഇത്തരം സംഭവങ്ങളൊക്കെ ചേഞ്ച് ആയിട്ടുണ്ടാവും. ഈ ഒരു ചെറിയ ഇൻഫർമേഷൻ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇത്തരം മോഡിഫിക്കേഷൻ ചെയ്ത വാഹനങ്ങളൊന്നും നമുക്ക് വെളിയിലൊന്നും അങ്ങനെ കാണാൻ സാധിക്കില്ല. കാരണം അത്രയും എക്സ്പെൻസീവാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര കാശുകാരെ വീട്ടിലേക്ക് അത്തരം വാഹനങ്ങൾ ഉണ്ടാവുള്ളൂ. അത്രയും ഹൈ എൻഡ് മോഡിഫിക്കേഷനാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ.